2026 നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ ആഗതമായിക്കൊണ്ടിരിക്കുന്നു. തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി മുന്നണികളെല്ലാം മതേതരത്വത്തിന്റെ ഊഷ്മളത വാരി വിതറുവാനായിട്ട് തെക്കും വടക്കും ഓട്ടമാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ മതേതരത്വം ആര് പറയുന്നോ ആ പറയുന്നവനായിരിക്കും കേരള നിയമസഭയിലെത്തുക. നമ്മളെല്ലാവരും എന്തു ഭാഗ്യവാന്മാരാണല്ലേ, കേരളം പോലെ മതേതരത്വം തുള്ളി തുളുമ്പി തെറിച്ചു നിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് ജീവിക്കാൻ കഴിഞ്ഞത്. മതേതരത്വത്തിന്റെ ഊഷ്മളത വിളമ്പുവാനായിട്ട് നമ്മുടെ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ പറഞ്ഞത് മതേതരത്വം കാത്തു സംരക്ഷിക്കാനായിട്ട് മരണത്തിന്റെ വീരാളിപ്പട്ട് പുതയ്ക്കാനും തയ്യാറായിരിക്കുമെന്നാണ്. മരണത്തിന്റെ വീരാളിപ്പട്ട് പുതച്ചത് കോൺഗ്രസ്സുകാരല്ല മിസ്റ്റർ VD സതീശൻ, അത് പുതച്ചത് ഈ നാട്ടിലെ സാധാരണക്കാരായ ഹിന്ദുക്കളാണ്. ഏത് കാലം തുടങ്ങിയാണ് നിങ്ങൾ ഈ പറയുന്ന മതേതരത്വം സംരക്ഷിക്കാനായിട്ട് ഹിന്ദു തന്റെ ജീവൻ ബലികൊടുക്കാൻ തുടങ്ങിയിട്ട്? നിങ്ങളൊരു കാര്യം ആലോചിക്കണം. ഈ നാട്ടിലെ ആരും തന്നെ, ഒരു ഹിന്ദുവും ഇന്നേ വരെ ഇക്കാലം അത്രയും ഞങ്ങളുടെ മതം ഹിന്ദു ആണെന്നും മറ്റവന്റെ മതം മുസ്ലിം ആണെന്നും ഇന്നൊരുത്തന്റെ മതം ക്രിസ്ത്യാനിയാണെന്നും മറ്റവൻ മതമില്ലാത്തവനാണെന്ന് ചിന്തിച്ചിട്ടേ ഇല്ല. കഴിഞ്ഞ 75 വർഷത്തെ കോൺഗ്രസിന്റെ ഭരണം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ഭരണം ഈ നാട്ടിലെ ഹിന്ദുക്കളെ കൊണ്ട് അങ്ങനെയൊക്കെ ചിന്തിപ്പിച്ചു. നിങ്ങൾക്ക് ഇനിയും മനസ്സിലായിട്ടില്ല ഈ നാട്ടിലെ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും. സത്യം, നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. നിങ്ങളുടെ മുന്നിൽ വന്നു നിൽക്കുന്ന ഓരോ സംഘടനകളുടെ നേതാക്കന്മാരും നിങ്ങളുടെ മുന്നിൽ കടന്നുകൊണ്ട് ഓരോ ആവശ്യങ്ങൾ ഉന്നയിച്ച്, മതാധിഷ്ഠിതമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നിങ്ങളെ കൊണ്ട് അതും ഇതുമെല്ലാം ചെയ്യിക്കുമ്പോൾ നിങ്ങൾ ഓർക്കണം, നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ഇസ്ലാം മതത്തിൽ പെട്ടിട്ടുള്ള നേതാക്കളല്ലാതെ സാധാരണക്കാരായ മുസ്ലിങ്ങൾ ഒരുപാട് പേരുണ്ട് ഈ മണ്ണിൽ. അവർക്ക് അറിഞ്ഞുകൂടാ ഈ മുന്നിൽ നിൽക്കുന്ന നേതാക്കന്മാർ പലരും എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന്. റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാറും സ്മൃതി പരുത്തിക്കാടും തമ്മിലുള്ള ഒരു എഡിറ്റോറിയൽ ടേബിൾ ചർച്ച കണ്ടിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ അന്തിച്ചു പോയി. രണ്ടുപേരും തമ്മിൽ തർക്കിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയെ ആരാണ് ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചിട്ടുള്ളത് എന്ന കണക്ക് പുറത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ജമാഅത്തെ ഇസ്ലാമിക്ക് എന്താ കുഴപ്പം, അവർ അതുവഴി പ്രവർത്തിച്ച് പൊക്കോട്ടെ എന്ന് സ്മൃതി പരുത്തിക്കാട് പറയുമ്പോൾ അതിനെ മതേതരത്വത്തിന്റെ നിഷ്കളങ്ക മുഖമായിട്ടുള്ള അരുൺകുമാർ പറയുന്നത് ജമാഅത്തെ ഇസ്ലാമി ഒരു ഭീകരവാദ സംഘടനയാണെന്ന് ആദ്യം സത്യവാങ്മൂലം കൊടുത്തത് കോൺഗ്രസ് അല്ലേ, അത് ഇടതുപക്ഷമല്ലല്ലോ എന്നാണ്. രണ്ടുപേരും തർക്കിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ സഹായം കോൺഗ്രസ് മേടിച്ചിട്ടില്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി മേടിച്ചിട്ടില്ല എന്ന കാര്യത്തിലാണ്. അല്ലാതെ ജമാഅത്തെ ഇസ്ലാമി എന്ന പാർട്ടിയുടെ നയങ്ങളും അവരെന്താണ് മുന്നോട്ട് വെക്കുന്നതെന്ന ആശയത്തെ പറ്റി ഇവർക്ക് രണ്ടാർക്കും ചർച്ച ചെയ്യാനില്ല. ഈ രണ്ട് മണ്ടന്മാരും കൂടെ ഇരുന്ന് ചർച്ച ചെയ്യുമ്പോൾ കേരളം മുഴുവൻ നിങ്ങൾ പറയുന്നത് കേൾക്കും. അതോടുകൂടി ജമാഅത്തെ ഇസ്ലാമിയിൽ വിശ്വസിക്കുന്ന മുസ്ലിങ്ങൾ എല്ലാവരും കൂടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഉപദ്രവിച്ചതെന്ന് പറഞ്ഞാൽ കോൺഗ്രസിന് വോട്ട് ചെയ്യും, കോൺഗ്രസ് പാർട്ടിയാണ് ജമാഅത്തെ ഇസ്ലാമിനെതിരെ നിന്നെന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യും. അങ്ങനെ നമ്മുടെ രണ്ട് പാർട്ടികൾക്കും മതേതരത്വ വോട്ടുകൾ കിട്ടി നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടും എന്ന ചിന്തയിലാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് എങ്കിൽ നിങ്ങൾക്ക് തെറ്റി. മതേതരത്വം, ജനാധിപത്യം, ഈ രണ്ട് വാക്കുകൾ ഇല്ലായിരുന്നുവെങ്കിൽ കോൺഗ്രസും നിങ്ങൾ പത്രക്കാരും കമ്മ്യൂണിസ്റ്റുകാരും എന്ത് ചെയ്തേനെ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഈ നാട്ടിൽ ഒരു ഇസ്ലാമിക റിപ്പബ്ലിക് സ്ഥാപിക്കപ്പെടാതെ നിസ്കാരം പോലും ഈമാനാകില്ല, അല്ലെങ്കിൽ നിസ്കാരം പോലും ഇസ്ലാമികമാകില്ല എന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമി നേതാവിനെ മുന്നിൽ കൊണ്ടുവന്ന് സമൂഹത്തിന് മുന്നിൽ ചോദ്യം ചെയ്യാൻ പറ്റാതെ, അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒരു ഡിബേറ്റ് വെക്കാതെ, അതിനെപ്പറ്റി മണിക്കൂറുകളോളം ചർച്ച ചെയ്ത് ആ പാർട്ടിയുടെ ആശയം എത്രത്തോളം അപകടകരമാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാതെ നിങ്ങൾ എങ്ങനെയാണ് ചർച്ച ചെയ്യുന്നത്? സത്യം പറഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമിയോടൊക്കെ എനിക്ക് ബഹുമാനമുണ്ട്, ഐ റെസ്പെക്ട് യു. കാരണം ഇന്ത്യ പോലെ 80% ഹിന്ദുക്കൾ കിടക്കുന്ന ഈ രാജ്യത്ത്, ഇപ്പൊ 75 എന്നാലും പോട്ടെ, 75% ഹിന്ദുക്കൾ കിടക്കുന്ന ഈ രാജ്യത്ത് കോൺഗ്രസിനെ പോലെ ഇത്രയും സ്വാധീനമുള്ള ഒരു പാർട്ടിയെ നിങ്ങൾ വെറും ചൂണ്ടുവിരലിൽ ചൂണ്ടി നിർത്തി വരുതിക്ക് നിർത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞു. കേരളത്തിലെ മാധ്യമങ്ങളെ വരുതിക്ക് നിർത്താൻ കഴിഞ്ഞു. ഐ എം അബ്സല്യൂട്ട്ലി സല്യൂട്ട് യു ബ്രദേഴ്സ്, സല്യൂട്ട് യു. ഇന്ത്യയിലുള്ള ഹിന്ദുക്കൾക്ക് കഴിയാത്തത് നിങ്ങൾക്ക് കഴിഞ്ഞു എന്നത് വളരെ ആശ്ചര്യകരമായ കാര്യമാണ്. 1990 ജനുവരി 19 ജനുവരി 20 കാശ്മീരിൽ നിന്നും ആട്ടി ഓടിക്കപ്പെട്ട കാശ്മീരി പണ്ഡിറ്റുകൾ അന്നും മിസ്റ്റർ VD സതീശൻ മതേതരത്വം കാത്തു സൂക്ഷിക്കാൻ വീരാളിപ്പട്ടി പുതച്ചത് കോൺഗ്രസ്സുകാരല്ല, അവിടുത്തെ പാവപ്പെട്ട കാശ്മീരി പണ്ഡിറ്റുകളാണ്. പഹൽഗാമിൽ തീവ്രവാദ ആക്രമണം നടന്നപ്പോൾ അവിടെ മതേതരത്വത്തിന്റെ അടയാളങ്ങളായി മാറിയത് 26 ഹിന്ദുക്കളായിരുന്നു. പക്ഷേ അവിടെ മതേതരത്വം സംരക്ഷിക്കാൻ ശ്രമിച്ചതും മരണം ഏറ്റുവാങ്ങിയതും മറ്റൊരു മുസ്ലിം കൂടിയുണ്ട്. അയാളും മതേതരത്വം സംരക്ഷിക്കാനാണ്, അല്ലാതെ നിങ്ങൾ കോൺഗ്രസ്സുകാരുമല്ല മതേതരത്വം സംരക്ഷിക്കാൻ വെടിയേറ്റ് ഈ മണ്ണിൽ വീണിട്ടുള്ളത്. നിങ്ങളുടെ കൂടെ നിൽക്കുന്ന മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിയോ, ഈ രാജ്യത്ത് എങ്ങനെയാണ് മുസ്ലിം ലീഗ് എന്നുള്ള പാർട്ടി ഉണ്ടായതും എന്തിനാണ് ഈ പാർട്ടി ഉണ്ടായതും? മാസ്റ്റർ ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ആയിട്ട് 2 ബാത്റൂം ഉള്ളതുപോലെ പാകിസ്ഥാനും ബംഗ്ലാദേശും സൃഷ്ടിച്ചെടുക്കാൻ സത്യം പറഞ്ഞ ആ കാര്യത്തിൽ ഞാൻ ഹാപ്പിയാണ്. ആ 2 പുഴുത്ത രാജ്യങ്ങളും രൂപീകരിക്കപ്പെട്ടതിലും ആ 2 പുഴുത്ത രാജ്യങ്ങൾ പുഴുപ്പിക്കാനായിട്ട് ഇവിടുന്ന് കുറെ എണ്ണം അങ്ങോട്ട് പോയതിലും എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. VD സതീശൻ, നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വർഗീയതയുടെ കാവലാളാവുകയാണ്.
മരണത്തിന്റെ മൊത്തം കമ്പോളം സൃഷ്ടിച്ചെടുക്കുക എന്നത് മാത്രമാണ് ഇപ്പോൾ കോൺഗ്രസ് മുന്നിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ കൂടെയല്ലേ മുസ്ലിം ലീഗ് ഉള്ളത്? മുസ്ലിം ലീഗിൽ ഒരുപാട് ഹിന്ദുക്കളെ അവർ പിടിച്ച് മുന്നിൽ നിർത്തിയിട്ടുണ്ട്. ഈ അടുത്തങ്ങാണ്ട് ഏതോ സ്മിജിത്തോ ഏതൊരു അഡ്വക്കേറ്റ് സ്മിജിത്തോ ഏതൊരു പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ അച്ഛനും മുസ്ലിം ലീഗിന്റെ പ്രവർത്തകയാണ്, അവരും മുസ്ലിം ലീഗിന്റെ പ്രവർത്തകയാണ്. വളരെ അഭിമാനത്തോടു കൂടി അവർ പറയുന്നുണ്ട്, വീട്ടിൽ തങ്ങളുടെയും ഭഗവാൻ കൃഷ്ണന്റെയും പടമാണ് വെച്ചിരിക്കുന്നത്. സന്തോഷം, ഭഗവാൻ കൃഷ്ണനെ അവിടെ വെച്ചതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷം. പക്ഷേ സഹോദരിയുടെ അഭ്യർത്ഥനയുണ്ട്. പണ്ട് ഇതുപോലെ മുസ്ലിം ലീഗുകാരെല്ലാവരും കൂടി ഇന്ത്യൻ പാർലമെന്റിലേക്കും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിലേക്കും കെട്ടിയിറക്കിയ ഒരു പൊന്നുതമ്പുരാൻ ഉണ്ടായിരുന്നു, യോഗേന്ദ്ര മൊണ്ടാൽ എന്ന മണ്ടൻ. ആ മണ്ടന്റെ വാക്കും കേട്ടുകൊണ്ട് ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിലേക്ക് മുസ്ലിം ലീഗിന്റെ കൂടെ കുടിയേറി പാർത്ത ദളിതർക്ക് എന്ത് സംഭവിച്ചു എന്ന ചരിത്രം കൂടി നിങ്ങൾ അറിയണം. ദൈവത്തെ ഓർത്ത് നാളെ എങ്ങാനും ഈ കേരളത്തിൽ ബാക്കിയായി കിടക്കുന്ന ഒരുപക്ഷെ പാകിസ്ഥാനിലോട്ട് വണ്ടി കിട്ടാതെ ആയി പോയവരുടെ ബാക്കി അന്ന് രൂപീകരിക്കപ്പെട്ട മുസ്ലിം ലീഗിന്റെ ഏതോ വേരോ കമ്പോ ഇലയോ ആണെന്ന് കരുതി ഇവിടെ കിടക്കുന്ന ഈ മുസ്ലിം ലീഗ് നാളെ ഒരു പച്ചക്കഷ്ണം ഇതിൽ നിന്ന് വെട്ടിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ ഈ നാട്ടിലെ ഹിന്ദുക്കളെ മുഴുവൻ ഇവർ സംരക്ഷിക്കുമെന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഇവിടെ കിടക്കുന്ന മുഴുവൻ ദളിതരെ ഇവർ സംരക്ഷിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ ആരെയും വലിച്ചുകൊണ്ട് പോകരുത്. അതൊരു അപേക്ഷയാണ്. കാര്യം അനുഭവങ്ങളിൽ നിന്നും പഠിച്ചില്ലെങ്കിൽ പിന്നെ നമ്മളൊക്കെ എന്തിനു ജീവിക്കണം? ഇവരൊക്കെ നിങ്ങളുടെ കൂടെയുണ്ട്. വി.ഡി. സതീശൻ, നിങ്ങൾക്ക് അറിഞ്ഞിട്ടില്ലേ മതരാഷ്ട്രവാദം തന്നെയാണ് മതമാണ് പ്രശ്നമെന്ന് പറയുന്ന മുസ്ലിം ലീഗും മതരാഷ്ട്രവാദം തന്നെയാണ് ഇസ്ലാമിക് റിപ്പബ്ലിക് എന്ന് സ്ഥാപിക്കുക തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ലക്ഷ്യമെന്നും വേദിയിൽ നിന്നും സധൈര്യം വിളിച്ചു പറയുന്ന നേതാക്കളെ നിങ്ങൾ അറിയുന്നില്ലേ? അതെങ്ങനെ ഹിന്ദുക്കളുടെ അമ്പലങ്ങൾ വേശ്യാലയങ്ങളാണ് എന്ന് പറഞ്ഞ് മുജാഹിദ് ബാലുശ്ശേരിക്ക് പൊന്നാട എണീക്കാൻ നടക്കുന്ന കോൺഗ്രസ്സുകാർക്ക് ഇത് വല്ലതും അറിയാൻ പറ്റുമോ? പക്ഷെ നിങ്ങൾ ഒന്നും ഓർക്കണം, കോൺഗ്രസിലുള്ള എല്ലാവരോടും കൂടി ചേർത്താ ഞാൻ പറയുന്നത്, നിങ്ങളെ പേടിച്ചിട്ടാണ്, നിങ്ങളുടെ ഈ നയങ്ങൾ പേടിച്ചിട്ടാണ് ഈ നാട്ടിലുള്ള മുസ്ലിങ്ങളിൽ നല്ലവരായിട്ടുള്ളവർ മുഴുവൻ ഇപ്പോൾ BJP-യിലുള്ളത്. മുംതാസും നുസ്രത്തും പിന്നെ ആ കണ്ണുവയ്യാത്തൊരു കുട്ടിയുണ്ടല്ലോ, ആ കുട്ടി, പിന്നെ എനിക്കറിയാവുന്ന ഒരുപാട് പേർ ഈ അടുത്തുകൂടി BJP-യിലേക്ക് ചേർന്ന ഒരുപാട് മുസ്ലിങ്ങളും നിങ്ങളെ പേടിച്ചിട്ടാണ്. നിങ്ങൾ ഈ വിഷപ്പാമ്പുകൾക്ക് പാലൂട്ടി വളർത്തുന്നത് കൊണ്ട് ഭാവി ഈ നാട്ടിൽ മുസ്ലിങ്ങൾക്ക് പോലും ജീവിക്കാൻ പറ്റാത്ത സ്ഥിതി വരുമെന്ന് അവർക്ക് ഉറച്ച വിശ്വാസം ഉള്ളത് കൊണ്ടാണ് അവർ BJP-യിലേക്ക് എത്തുന്നത്. 75 വർഷമായിട്ട് നാട് ഭരിക്കുന്ന നിങ്ങൾക്ക് ഇതുവരെ സമത്വം എന്ന ആശയത്തിൽ നിലനിർത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. 50% ഹിന്ദു പിന്നോക്ക സമുദായത്തിന് വേണ്ടി വെച്ചിരിക്കുന്ന സംവരണത്തിൽ നിന്ന് പോലും നിങ്ങളുടെ മൈനോറിറ്റി അപ്പീസ്മെന്റ് പ്രീണനം കാരണം ആ പാവങ്ങൾക്ക് കിട്ടേണ്ട സീറ്റുകൾ കൂടി നഷ്ടപ്പെട്ടു. എനിക്കറിയാം മിസ്റ്റർ വി.ഡി. സതീശൻ, നിങ്ങൾ മഹാത്മാഗാന്ധിയെ ഉൾക്കൊള്ളുന്ന ഒരു വലിയ കോൺഗ്രസ് നേതാവാണെന്ന്. കാര്യം മഹാത്മാഗാന്ധി നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്ന പാതകൾ മുഴുവനും മതേതരത്വത്തിനു വേണ്ടി ഹിന്ദുക്കളുടെ ജീവത്യാഗത്തെ പറ്റിയാണ്. നിങ്ങൾക്കറിയോ യങ് ഇന്ത്യയിൽ അദ്ദേഹം എഴുതിയത് എന്താണെന്ന്? ഇഫ് ദ ഹിന്ദുസ് believed that India should be peopled by only Hindus, they are living in a dreamland. Hindus must be prepared to die rather than kill എന്നാണ്. മുസ്ലിങ്ങൾ വരികയും കൊല്ലുകയും ചെയ്യുമ്പോൾ നിന്നു കൊടുക്കാൻ. നവഖലിയിലും അദ്ദേഹം പറഞ്ഞത് അങ്ങനെയാണ്, നിങ്ങളുടെ വീടുകളിലേക്ക് അവർ വന്ന് കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ, കൊന്നു അവർക്ക് മതിയാകട്ടെ എന്നാണ് ഗാന്ധിജി പറഞ്ഞത്. ആ പാതയാണോ വീരാളിപ്പട്ട് പുതയ്ക്കാൻ മിസ്റ്റർ വി.ഡി. സതീശൻ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത്? ഹിന്ദുസ് ആൻഡ് സിഖ്സ്, they lay down to protect Muslims. They must not retaliate. They must die to the last man, but not raise their hand against the Muslims. That will bring a change of heart. നിങ്ങൾ അങ്ങനെ മരണപ്പെടാൻ നിന്നു കൊടുക്കുമ്പോൾ മുസ്ലിങ്ങളുടെ ഉള്ളിൽ ഒരു ചഞ്ചലനം ഉണ്ടാകും. അങ്ങനെ അവർ മാറ്റം സംഭവിക്കും എന്ന് പറഞ്ഞത് മഹാത്മാഗാന്ധിയാണ്. ഇതാണോ നിങ്ങൾ ഈ നാട്ടിലെ ഹിന്ദുക്കളെ പഠിപ്പിക്കുന്ന മതേതരത്വം? ഞങ്ങളെ ഇവിടെ ആരും തൊട്ടിലിട്ട് പുന്നാരിക്കണമെന്നോ, ഞങ്ങൾക്ക് സംവരണങ്ങൾ വാരിക്കോരി തരണമെന്നോ, ഞങ്ങൾക്ക് കോളേജുകളും സ്കൂളുകളും വാരിക്കോരി തരണമെന്നോ എന്നൊന്നും പറയുന്നില്ല. ഞങ്ങൾക്ക് മതപഠന ക്ലാസ്സുകൾ വേണം, ഞങ്ങൾക്ക് മതമില്ലാതെ ജീവിക്കാൻ പറ്റില്ല, ഞങ്ങൾക്ക് മതമാണ് പ്രശ്നമെന്നില്ല. ഞങ്ങളുടെ ക്ഷേത്രങ്ങൾ മുഴുവൻ തിരികെ തന്ന് ഞങ്ങളുടെ ഹിന്ദുക്കളെ നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് പ്രൊട്ടക്ട് ചെയ്യണമെന്നില്ല. സമാധാനത്തോടു കൂടി ഈ മണ്ണിൽ ജീവിക്കാൻ അനുവദിച്ചാൽ മാത്രം മതി എന്ന് പറയുന്ന ഹിന്ദുവിനോട് നിങ്ങൾ പറയുന്നു ഈ നാട്ടിൽ മതേതരത്വം സംരക്ഷിക്കാൻ വീരാളിപ്പട്ട് പുതയ്ക്കുമെന്ന്. മരണത്തിന്റെ വീരാളിപ്പട്ട്. നിങ്ങളൊക്കെ ഇങ്ങനെ കണ്ണും കാതുമില്ലാതെ മതേതര ഭ്രാന്ത് മൂത്ത് ഏതോ അന്ധതയിലേക്ക് ഓടുമ്പോൾ, അതിന് പിന്നാലെ ചൂട്ടും പിടിച്ചോടുന്ന ഒരുപറ്റം ആൾക്കാരെ കാണുമ്പോൾ, അവരെന്തോ മതേതരത്വം സംരക്ഷിക്കാനാണ് ഓടുന്നത് എന്ന് കാണുമ്പോൾ, സത്യം പറയാലോ സാർ, നിങ്ങളൊക്കെ എന്ത് ആപ്തവാക്യങ്ങൾ വിശ്വസിച്ചാണ് മുന്നോട്ട് ഓടുന്നതെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾക്ക് അധികാരം മാത്രം മതി, നിങ്ങൾക്ക് കസേര മാത്രം മതി. അതിനുവേണ്ടി നിങ്ങൾ ആരുടെ തിണ്ണ നിറങ്ങാനും നിങ്ങൾക്ക് മടിയില്ല. നിങ്ങൾ ഈ നാട്ടിൽ ഒരു മതേതരത്വവും സംരക്ഷിക്കില്ല. നിങ്ങൾ സംരക്ഷിക്കുന്നത് മതാധിഷ്ഠിത മുന്നണിയാണ്. നിങ്ങൾ മാത്രമല്ല, കമ്മ്യൂണിസ്റ്റുകാർ. അവരുടെ കൂടെ തന്നെയല്ലേ ഇന്ത്യൻ നാഷണൽ ലീഗ് ഉള്ളത്. മൈനോറിറ്റിയെ സംരക്ഷിക്കാൻ എന്തുകൊണ്ടും പ്രതിജ്ഞാബദ്ധമാണ് പിണറായി സർക്കാർ എന്ന് പറഞ്ഞത് ബാലൻ സാറല്ലേ? ആ ബാലൻ സാർ തന്നെ പറഞ്ഞു നാട്ടിൽ കമ്മ്യൂണിസ്റ്റുകാർ ഈമാനുള്ള കമ്മ്യൂണിസ്റ്റുകാരാണെന്ന്. അതിനൊരു തെളിവായിട്ട് കോഴിക്കോടുള്ള
കോർപ്പറേഷൻ കൗൺസിലർമാർ മുഴുവൻ ഈമാനുള്ള കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് അവരിപ്പോൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ നിങ്ങൾ മതേതര ഭ്രാന്തമൂത്ത് ഈ രാജ്യത്ത് മുഴുവൻ കാണിച്ചു കൂട്ടിയ പോക്കൃത്തരങ്ങൾ കൊണ്ടാണ് ഇന്ന് ഒതുങ്ങി ഒന്നോ രണ്ടോ സംസ്ഥാനങ്ങളിലേക്കായത്. എനിക്കതിൽ സന്തോഷമുണ്ട്. നിങ്ങൾ ഈ പറയുന്നതിലും പ്രവർത്തിക്കുന്നതിലും ഒക്കെ എനിക്ക് സന്തോഷമുണ്ട്. നിങ്ങൾക്കുള്ളിൽ കിടക്കുന്ന കപട മതേതരത്വവാദവും കപട മതേതരവാദികളെയും കപട മതേതരത്വ പ്രീണനവുമെല്ലാം ജനം കണ്ടുപഠിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കോൺഗ്രസ് സ്നേഹത്തിന്റെ കടയല്ല സാർ, മരണത്തിന്റെ കമ്പോളമാണത്. ജയ് ഹിന്ദ്.